1 ലക്ഷത്തിന് അടുത്ത് നമുക്ക് ക്യാഷ് ബാക്ക് 2.5 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്കിന് കിട്ടുന്ന ഒരു വാഹനമാണ്. 27,000 കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടി. അത് നമുക്ക് ലോ കിലോമീറ്റർ ഇല്ല. എഞ്ചിന് ഗിയർ ബോക്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ച് ഈ വാഹനം വൈല് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് മുതൽ ലേബർ സ്പെയർ പാർട്സ് മുഴുവൻ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഗ്യാരണ്ടിയിൽ പോകും. അതായത് നമുക്ക് വണ്ടി അവിടെ എത്തി ബ്രേക്ക് ഡൗൺ ആയി അവിടുന്ന് പിക്കപ്പ് ചെയ്തിട്ട് സർവീസ് കോസ്റ്റ് വരെ നമുക്ക് ഫ്രീ ആണ്. ലേബർ കോസ്റ്റ് വരെ ഇല്ല എന്നുള്ളതാണ്. സോണറ്റിന്റെ വിലക്കാണ് നമ്മൾ സെൽറ്റോസ് കൊടുക്കുന്നത്. സോ നമുക്ക് പിന്നെ അതും നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഓക്കെ 0 ഡൗൺ അതിൽ ക്യാഷ് ബാക്ക് വരെ കിട്ടുന്നു. ക്യാഷ് ബാക്ക് വരെ കിട്ടുന്നുള്ളതാണ്. ഫുൾ ലോൺ. ഇതും ഫുൾ ലോൺ അല്ല. ഇനി അതിന്റെ ഒരു കളർ ചേഞ്ച് റെഡ്. ഇപ്പൊ ക്യാഷ് ബാക്ക് ഉണ്ട്, ഡീസൽ ആണ്. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന ഒരു കിഡ്ലം വാഹനം എന്ന് തന്നെ നമുക്ക് പറയാം. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് മാർക്കറ്റ് നോക്കുക, നമുക്ക് ഇത്രയും പ്രൈസിൽ നമുക്ക് ഈ ഒരു വാഹനം കിട്ടൂല എന്നുള്ളത് തന്നെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയും വാറണ്ടിയിലൊക്കെ നമുക്ക് യൂസർ കാർ സെക്കൻഡ് ഹാൻഡ് കാർസ് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോറൂം ആണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പിന്നെ അതിലൊക്കെ ഏറ്റവും വലിയൊരു പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കേരള സർക്കാരും അതേപോലെ നമ്മൾ കേന്ദ്രവും കൂടി അംഗീകരിച്ചിട്ടുള്ള ഒരു അംഗീകൃത ഡീലർഷിപ്പ് ഷോറൂം കൂടിയാണ് നമ്മളെ മാനൂസ് കാർ വേൾഡ്. അപ്പൊ മാനുക നമുക്ക് ഇപ്പൊ നിലവില് പുതിയ കുറെ നമ്മളെ മോട്ടോർ വാഹന വകുപ്പിന് കുറെ ഭേദഗതി ചട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞില്ല. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇനി ഓതറൈസേഷൻ നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് അതില് ഒന്ന് നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ് വേണം, പിന്നെ ഉദ്യം വേണം, GST വേണം, അതേപോലെ RTO ലൈസൻസ് വേണം. അതായത് നമുക്കൊരു 2500 സ്ക്വയർ ഫീറ്റിൽ പാർക്കിംഗ് ഏരിയ വേണം, അതേപോലെ കസ്റ്റമർ ലോഞ്ച് വേണം, ബാത്റൂം വേണം, മാനേജേഴ്സ് വേണം, അതേപോലെ സിസ്റ്റംസ് വേണം. ഒരുപാട് ഇത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇനി ഇത് ഇതാവാൻ പറ്റുള്ളൂ. കറക്റ്റ് എല്ലാ മാസവും ഇതിന്റെ GST റിട്ടേൺ കൊടുക്കണം, എല്ലാ വർഷവും IT റിട്ടേൺ കൊടുക്കണം. അപ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാത്രമേ നടക്കാൻ കഴിയുള്ളൂ. അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിലനിൽക്കാൻ കഴിയൂ. അത് നമുക്കറിയാം, വളരെ കുറച്ച് ഷോറൂമുകൾക്കാണ് ഇപ്പൊ ഇത് ഓതറൈസേഷൻ കിട്ടിപ്പോയിരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രയും നമ്മൾ ഇനി പക്കായിട്ട് അത്രയും നമുക്കൊരു പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ യൂസർ കാർ മേഖലയും നമ്മള് കസ്റ്റമേഴ്സിനുള്ള ഒരു സംരക്ഷണം കൂടിയാണ് ഈ ഒരു ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്താണ്. അപ്പൊ ഗവൺമെന്റിന്റെ ചില ചട്ടങ്ങളുണ്ടല്ലോ, ഒരു ഷോറൂം എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ആവണം, അതിൻ്റെ ആയിട്ടുള്ള ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നിലനിന്ന് പോകുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കാരണം ഈ ഫീൽഡിലുള്ള ചീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതോടുകൂടി നിന്നു പോകും. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഡീലേഴ്സിന്റെ ഒക്കെ എടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, കാരണം എല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാം ഓൾറെഡി നമുക്ക് അത്രയും ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി കൊടുക്കുന്നതാണ്. അതേപോലെ നമുക്ക് ഫ്ലഡ്, മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസിനൊക്കെ നമ്മൾ എഗ്രിമെന്റ് വാറണ്ടി നിലവിൽ ഒത്തിരി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പുതിയതായിട്ടുള്ള സ്കീം നമുക്ക് പുതിയ കാറിനൊക്കെ കിട്ടുന്ന പോലെ ഒരു വാറണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന്, അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്ന വാഹനങ്ങൾ, ഈ ഇത്രയും വാഹനങ്ങളുടെ ഏകദേശം 8ഓളം ചെക്കിങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്ന് ഇവിടുന്ന് നിങ്ങൾ എടുക്കുന്ന വാഹനങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന മുറക്ക് അതിന് 1 വർഷം വരെ നമ്മൾ ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ സംഭവിച്ചാൽ, എഞ്ചിന് ഗിയർ ബോക്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഈ വാഹനം വൈല് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് മുതൽ ലേബർ സ്പെയർ പാർട്സ് മുഴുവൻ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഗ്യാരണ്ടിയിൽ പോകും. അതായത് നമുക്ക് വണ്ടി അവിടെ എത്തി ബ്രേക്ക് ഡൗൺ ആയി അവിടുന്ന് പിക്കപ്പ് ചെയ്തിട്ട് സർവീസ് കോസ്റ്റ് വരെ നമുക്ക് ഫ്രീ ആണ്. ലേബർ കോസ്റ്റ് വരെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷന്. സോ ഇങ്ങനെ നമുക്ക് വേറെ എവിടെ ഒരു പുതിയ കാറിന് പോലും കിട്ടാത്തൊരു ഓഫറാണ്. പുതിയ കാറിന് പോലും കിട്ടാത്തത് ഒരു യൂസർ കാറിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മളെ വാഹനത്തിന്റെ ക്വാളിറ്റി എത്രയുണ്ട്. പിന്നെ മാനൊക്കെ നമ്മൾ എത്ര വർഷമായി ഇപ്പൊ നമ്മൾ ഇവിടെ ഏകദേശം നമ്മൾ 26ാമത്തെ വർഷം, 25 വർഷം കഴിഞ്ഞ് 26ാമത്തെ വർഷമാണ് ഞാൻ ഈ ഫീൽഡിൽ. എന്റെ ഏകദേശം 19ാമത്തെ വയസ്സിൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്രയും വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പൊ അതേപോലെ നമുക്ക് മാനൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഡെയിലി അപ്ഡേഷനുള്ള പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ഫോളോ ചെയ്താൽ ഡെയിലി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇന്ന് നമുക്ക് ഒട്ടുമിക്ക എല്ലാ SUVകളും ഫുൾ ഓൺ കൊടുക്കാമല്ലോ. ഫുൾ ഓൺ ആണ്, ക്യാഷ് ബാക്ക് വരെയുള്ള വാഹനങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന SUV ടൈപ്പ് വാഹനങ്ങളാണ്. അതിന്റെ ഏത് ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്.
ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ട് കിടിലൻ സെൽട്ടോസ് അല്ലേ? അതെ, അതൊന്ന് നമ്മള് മാനുഷ് കാർ വേൾഡിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ലോ കിലോമീറ്റർ ഓടിയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ കൈമാറാൻ. പിന്നെ അതർ സ്റ്റേറ്റ് വെഹിക്കിളും കൂടെ ഇല്ല, അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ നമ്മൾ സെൽട്ടോസ് ബ്ലാക്ക് ഫുൾ ഓപ്ഷൻ അല്ലത് വരുന്നത്? അതെ, ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇത് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2021 മോഡലാണ്. പക്ക ലോ കിലോമീറ്റർ വാഹനം. അത് നമുക്ക് ലിമിറ്റഡ് എഡിഷൻ, ഇതിന്റെ ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? അതെ, പക്കലോ. ഓൺഷിപ്പ് മാനക സിംഗിൾ അല്ലേ? സിംഗിൾ ഓൺഷിപ്പ്. പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത്രയും ഗ്യാരണ്ടി ആണ്. അതൊരു പുതിയ വാഹനത്തിന്റെ അതേ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വെൽ മെയിൻറ്റൈൻഡ്. സൺറൂഫ് അടക്കം വരുന്ന ഏറ്റവും ടോപ്പിന്റെ ക്രൂസ് കൺട്രോൾ അടക്കം വരുന്നുണ്ട്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ചെറിയ കിലോമീറ്റർ ഓടിയ വാഹനം. മാർക്ക് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഈ വാഹനം ചെയ്യുന്നത്? 12,45 കൊടുക്കാൻ കഴിയും. 12,45 ബെസ്റ്റ് പ്രൈസ് ആണ്. അത് ലോ കിലോമീറ്റർ വാഹനം, സിംഗിൾ ഓണർ വാഹനം. ഇതൊന്നും ഒന്നുകൂടി ആലോചിക്കണം, ഇത് സോണറ്റ് അല്ല, സെൽട്ടോസ് ആണ്. സോണറ്റിന്റെ വിലക്കാണ് നമ്മൾ സെൽട്ടോസ് കൊടുക്കുന്നത്. സോ നമുക്ക് പിന്നെ അതും നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും മാനിക? ഓക്കെ, 0 ഡൗൺ. അതില് ക്യാഷ് ബാക്ക് വരെ കിട്ടുന്നു. ക്യാഷ് ബാക്ക് വരെ കിട്ടുന്നതാണ്. വീണ്ടും ബ്ലാക്കില് ഇത് GT ലൈൻ ആണ് വരുന്നത്. GT ലൈൻ ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഇത് 2020 മോഡലാണ്. 59,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഇത് നമുക്ക് ലോ കിലോമീറ്റർ ആണ് വരുന്നത്. അതും നമുക്ക് മറ്റേ സ്പെഷ്യൽ എഡിഷൻ എന്നുള്ളതാണ്. പക്ഷെ അത്യാവശ്യം സെയിം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതും നമുക്ക് സീറ്റ് വെന്റിലേഷന്, ക്രൂസ് കൺട്രോള്, സൺറൂഫ്, അങ്ങനെ A to Z വരുന്ന ഒരു വാഹനം. ഇതും സിംഗിൾ ഓൺഷിപ്പ് അല്ല വാഹനം വരുന്നത്? അതെ അതെ അതെ, ഇതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇതും പക്ക വെൽ മെയിനിൽ ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഹനം. ഈ ഒരു വാഹനത്തിൽ നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇതിന് നമ്മള് 12 ലക്ഷം രൂപയാണ്. 12 ലക്ഷം രൂപ. ഇതും ചെറിയൊരു മാറ്റമുള്ളൂ. ഇതും ഏറ്റവും ടോപ്പ് എൻഡ് തന്നെയാണ്. ഇത് നമുക്ക് ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റൂല? ഇതിനൊക്കെ 12-13 വരെ ലോൺ 12-13 വരെ നമുക്ക് ലോണും കിട്ടും. സോ നമുക്ക് ക്യാഷ് ബാക്ക് വരെ ഇറക്കാൻ പറ്റുന്ന വണ്ടിയില്ല. ഇത് നമുക്ക് എം ജി നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഫീച്ചേഴ്സ് കൊടുക്കുന്ന ക്യാഷിനേക്കാൾ നമുക്ക് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം എന്ന് പറയാം. ഇത് ഡീസലല്ലോ? ഡീസലാണ്. MG 3 വാഹനങ്ങളുണ്ട് നമ്മുടെ. അത് ഇത് 2021 സെക്കൻഡ് ജനറേഷനിൽ വരുന്നതാണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ വില 14,60,000 രൂപ. 14,60,000. അതെ, പക്ക ലോ കിലോമീറ്റർ ആണ്. അതും നമുക്ക് നല്ല മൈലേജും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഒരു മേജർ ആക്സിഡന്റോ ഒന്നുമില്ല. അത്രയും നമുക്ക് ഗ്യാരണ്ടി ക്വാളിറ്റി പറയാൻ പറ്റുന്ന വാഹനങ്ങൾ. അപ്പൊ ഇത് നമുക്ക് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊന്നും ഇത്ര ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ഈ റേഞ്ചിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് എത്ര ഫുൾ ലോൺ ചെയ്യാം? ഫുൾ ലോൺ. ഇതും ഫുൾ ലോൺ അല്ല? ഒരു കളർ ചേഞ്ച് റെഡ്. വാഹനത്തിന്റെ കളർ ഏതായിരുന്നു? സിൽവർ ആണ്. അപ്പൊ സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഇത് മൂന്ന് നമുക്ക് ഇതിന്റെ ഷാർപ്പ് ഏറ്റവും ടോപ്പ് തന്നെയാണ് വരുന്നത്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2019 മോഡലാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ഇത് ഒരു IAS ഓഫീസർ ഉപയോഗിച്ച വാഹനമാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 11,70,75,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഒരു 12.5 ലക്ഷം ലോണും നമുക്ക് ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് നമുക്ക് ക്യാഷ് ബാക്ക് എടുക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്രിപ്പിനുള്ളതോ അല്ലെങ്കിൽ ഒരു 3-4 മാസത്തെ EMI ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സോ വാഹനം എടുത്ത ഒരു 6 മാസം വരെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും. കാരണം എന്താ വെച്ചാൽ അതിനുള്ള ഈ 6 മാസത്തെ EMI വരെ നമുക്ക് ക്യാഷ് ബാക്ക് ആയി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. നല്ല സ്പേഷ്യസുമാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്കൊരു ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈവേകളിൽ കാണുന്ന ഒരു വാഹനമാണ്. കാരണം നമുക്ക് ഇലക്ട്രിക് വാഹനം എടുക്കുന്നതിനേക്കാൾ ലാഭമാണ്. എന്നാൽ നമുക്ക് നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും ഷോറൂമിൽ ബുക്കിംഗ് വരെയുള്ള വണ്ടി നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് ആണ്. അത് ലോ കിലോമീറ്റർ വരുന്ന ടയോട്ടന്റെ ഹൈ റൈഡർ. എങ്ങനെയായിരുന്നു മാനുക്ക ഡീറ്റെയിൽസ്? ആദ്യം ഇതിനൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഒരു മാർക്കറ്റ് ചെക്ക് ചെയ്യുക. അതായത് ഒരു ഇലക്ട്രിക് വാഹനം നമ്മൾ ഒരു 25 ലക്ഷം രൂപയുള്ള ഇലക്ട്രിക് വാഹനം 1 വർഷം 2 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ എന്താണ് അതിന്റെ മാർക്കറ്റ്? ഏകദേശം പകുതിയിൽ താഴെയാണ് അതിന്റെ വില. 1/3 ചുരുങ്ങുന്നുണ്ട്. ചുരുങ്ങിയാലും ഏറ്റെടുക്കാൻ ആളില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ ഇതേപോലത്തെ പിന്നെ ഹൈബ്രിഡ് വാഹനങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ ഇതിന് ഇന്ന് 25 ലക്ഷം രൂപയുള്ള വാഹനത്തിന് ഇപ്പോഴും 21 ലക്ഷം രൂപ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് ഇത് രണ്ടും ഇതിൽ നടക്കും. ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുമ്പോൾ ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ഓടുന്ന കിലോമീറ്ററും അടിക്കുന്ന ഡീസലിന് അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ മാത്രം കണക്കൂട്ടിയിട്ട് അത് എടുത്തു പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഡിപ്രീസിയേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഈ വാഹനത്തിൽ ഇനി ഡിപ്രീസിയേഷൻ വരാനില്ല. അടുത്ത വർഷമാണെങ്കിലും ഏകദേശം നമുക്ക് ഇതേ റേറ്റിന് തന്നെ ഈ വാഹനം കിട്ടും. നമുക്ക് ഈ ഒരു വാഹനം നമ്മൾ ഇനി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിലും അതേ റേറ്റ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സൺറൂഫ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോള്,
അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഡുവൽ ടൂൺ ആണ് വരുന്നത്, അതും ഫുള്ളി ഹൈബ്രിഡ്. 28 വരെ മൈലേജ് കിട്ടുന്ന വാഹനം. മാനുക കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 2023 ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഓക്കെ, ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 20,90,000 രൂപയ്ക്ക് ഫൈനൽ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന് ഡിപ്രീസിയേഷൻ വരാൻ തന്നെ മാക്സിമം വന്നു കഴിഞ്ഞു. സോ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യുകയും ചെയ്യാം. ലോ കിലോമീറ്റർ ആണ്. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാനിക്ക? ഇതിന് നമുക്ക് ഫൈനൽ ആയിട്ട് ലോൺ ഇപ്പോ ഒരു 20 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 1 lakh അതിന്റെ താഴെയുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ? അപ്പൊ ഇനി അടുത്ത തവണ സാധാരണ ഒന്നുകൂടെ നമുക്ക് ബഡ്ജറ്റ് നോക്കുന്നവർക്ക് വാഹനം ഇല്ല എന്നുള്ള ഒരു ടെൻഷന് വേണ്ട. എല്ലാ റേഞ്ചിലുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മളെ സ്റ്റോക്ക് ഇല്ല. ഇത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഫീച്ചേഴ്സും ഒരു 4 സ്റ്റാർ റേറ്റിംഗും നല്ല ഷേപ്പ് കൊണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ടാറ്റയുടെ ഓൾട്രോസ്. അത് നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2021 രജിസ്റ്റർ ചെയ്ത് 50,000 കിലോമീറ്റർ ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5,30,000 രൂപയാണ്. ഇതിന് 5,75,000 രൂപ വരെ ലോണും അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ചെറുവാഹനം ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്, അത് നമുക്ക് നല്ല വെൽ മെയിൻറ്റൈൻഡ്, നമ്മൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. ദെൻ നമുക്കൊരു കിഡ്ലം ഫാമിലി കാർ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനും ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഹോണ്ടയുടെ അമേസ്. കാരണം ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് അല്ലെ മാനിക്ക? ഒരു 24 കമ്പനി പറയുന്നുണ്ട്. ലോങ് ഡ്രൈവില് ഏകദേശം ആ മൈലേജ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത. ഒരു നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടും ആണ്, കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന ഒരു വാഹനമാണ് അല്ലെ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? 2019 രജിസ്റ്റർ ചെയ്തിട്ട് 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ലാത്ത ഈ വാഹനത്തിന്റെ ഇതിന്റെ മെയിൻ ക്ലാസ് മാറി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഹിസ്റ്ററിയിൽ കറക്റ്റ് ആണ്. ഇതിന്റെ വില തന്നെ 6,90,000 രൂപയാണ്. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, കമ്പനിയിൽ നിന്ന് മാറിയതാണ്. ഹിസ്റ്ററി ഉണ്ട്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അല്ലല്ലോ മാനിക്ക? അല്ല. അപ്പൊ നമുക്ക് അതിലൊക്കെ വെൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈലേജ് കിട്ടുന്ന, നമുക്ക് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. അമേസോൺ സാധാരണ എത്ര കിലോമീറ്റർ 1,00,000 താഴെയുള്ള വണ്ടി കിട്ടാൻ പാടാണ്. ഡീസൽ ആയതാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇതും ഫുൾ ഓൺ. ആളുകൾ വന്ന് ട്രാക്ക് ഉണ്ടെങ്കിൽ വണ്ടി ആയിട്ട് അങ്ങ് പോകാം. ഇത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന്, ഒരു ഓഫർ പ്രൈസിന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന, എന്നാൽ ഫീച്ചേഴ്സ് എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ ഡുവൽ ടൂൺ വരുന്ന ഒരു എലൈറ്റ് i20. അതിന്റെ ഫസ്റ്റ് ജെന്റ് ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്നതും കാണുന്നത് ഈ ഒരു കളർ തന്നെയാണ്. ഇതിൽ ഡിമാൻഡ് മാനിക്ക റെഡ്. എങ്ങനെയായിരുന്നു i20 ഡീറ്റെയിൽസ്? 2016 ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് SX ഓപ്ഷനിൽ വരുന്ന ഡീസൽ ആണ്. ആക്സിഡന്റും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് 5,30,000 രൂപ. അതിൽ 5,50,000 രൂപ ലോൺ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 10,20,000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്. ഡീസൽ ആണ്, അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന ഒരു കിഡ്ലം വാഹനം എന്ന് തന്നെ നമുക്ക് പറയാം. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ്. മാർക്കറ്റ് നോക്കുക, നമുക്ക് ഇത്രയും പ്രൈസിൽ നമുക്ക് ഈ ഒരു വാഹനം കിട്ടൂല എന്നുള്ള തന്നെയാണ്. ഇത് നമുക്ക് അമേസ് പോലെ തന്നെ മൈലേജ് കിട്ടുന്ന ഒരു കിഡ്ലം വണ്ടിയാണ്. പിന്നെ നല്ല ഫാമിലി കാർ ആണ്. സെഡാനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്കൊരു പ്രീമിയം ലെവലിൽ കിട്ടുന്ന ഒരു വാഹനം തന്നെ പറയാം സിറ്റിയില. എങ്ങനെയായിരുന്നു മാനിക്ക അതിന്റെ ഡീറ്റെയിൽസ്? 2017 ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സിറ്റി സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണറും ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ ആയിട്ട് 6,25,000 രൂപ കൊടുക്കാൻ പറ്റും. ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസിന് നല്ലൊരു സെഡാൻ കൊണ്ടുപോകാം. അതും സിറ്റി ആണ്, ഒരു പ്രീമിയം ലെവലിൽ നമുക്ക് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. 6,25,000 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓണും ചെയ്യാം. ഇത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ഒരു 7 സീറ്റർ ആണ് തരാൻ പോകുന്നത്. നമ്മുടെ ടാറ്റയുടെ ഹെക്സ. നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം കാറ്റഗറിയിൽ തന്നെ നല്ല ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും നല്ല കംഫർട്ടും സ്പേസും ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് എക്സ. അപ്പൊ നമുക്കൊരു 7 സീറ്റർ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മാനിക്ക എക്സയുടെ ഡീറ്റെയിൽസ്? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് ഇത് ചെറിയ ക്ലെയിം വാങ്ങിയിട്ടുണ്ട്. ഇത് എന്റെ ഒരു സുഹൃത്തിന്റെ വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 7,90,000 രൂപ കൊടുക്കാൻ പറ്റും. മാർക്കറ്റിംഗ് നോക്കുക, ശരിക്കും 10 ലക്ഷത്തിന്റെ റേഞ്ചിലൊക്കെ വരുന്ന വണ്ടിയാണ്. ഒരു 9-9.5 ലക്ഷം രൂപ ഇത് ലോണും കിട്ടും. അപ്പൊ അതായത് നമുക്ക് 2-2 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്കിന് കിട്ടുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് ഇത് വാങ്ങുന്ന ഒരു ചെറുവാഹനം കൂടി വേണമെങ്കിൽ കൂടെ വാങ്ങാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഡീസൽ ആണ്, നല്ല കംഫർട്ട് ആണ്. പക്ഷെ പക്ക നമുക്ക് ഇപ്പൊ നിലവിൽ വർക്കിംഗ് യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ല. നമ്മൾ അത്രയും ഗ്യാരണ്ടിയിലാണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു ടെൻഷനും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് നമുക്ക് മനസ് കാർവെല്ലിൽ നമുക്ക് എന്നും ഉണ്ടാവുന്ന ഒരു വാഹനമാണ് നമ്മുടെ താറ്. താറില്ലാത്തൊരു എപ്പിസോഡ് ഇല്ല എന്ന് പറയല മാനിക്ക. ഇതെങ്ങനെയായിരുന്നു ഡീസലിൽ ഏറ്റവും ഫുൾ ഓടും ഇല്ല? അതെ, ഇത് 2020-21 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഡോക്ടർ ഓണർ വാഹനമാണ്. ഓക്കെ, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓൺഷിപ്പ് സിംഗിളും അല്ലേ മാനിക്ക? അതെ, സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് ഫൈനലായിട്ട് നമുക്ക് 13 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 13 ലക്ഷം രൂപക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ്. ഡീസലിലെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. 2021 ഫെബ്രുവരി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം.
ഇത് നമുക്ക് ഫോർച്യൂണർ, ഇതേപോലെ തന്നെ നമ്മൾ എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അതും നല്ല ഇതിന് നമ്പറിന് നമുക്ക് അത്രയും ക്യാഷ് കൊടുക്കേണ്ടി വരും. നല്ല കിഡ്ലം ഫാൻസി നമ്പർ, ടയേഴ്സ് എല്ലാം പക്കയാണ്. വാഹനങ്ങളെ കൂട്ടത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് പോകില്ല എന്നുള്ളത് നമുക്കൊരു ഗ്യാരണ്ടി ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഫോർച്യൂണർ ടൊയോട്ടയുടെ. നമുക്ക് എന്നൊരു അസറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സാധാരണ അത്രയും നമുക്ക് എന്നും റീസെയിലും ഉള്ള ഒരു വാഹനമാണ്. അപ്പൊ 2 വീൽ ഓട്ടോമാറ്റിക് എങ്ങനെയായിരുന്നു മാനക ഡീറ്റെയിൽസ്? ഇത് 2022 രജിസ്റ്റർ ചെയ്തിട്ടില്ല, വെറും 27,000 കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടി. അത് നമുക്ക് ലോ കിലോമീറ്റർ ഇല്ല, ഇത്ര ലോ കിലോമീറ്റർ ഫോർച്യൂണർ നമുക്ക് കിട്ടാൻ പാടാണ്, പ്രയാസം. ഇത് എങ്ങനെയായിരുന്നു മാനക? നമുക്ക് 39,90,000 രൂപ 39,90,000 ലോൺ ഏകദേശം നമുക്ക് എത്ര? 38 ലക്ഷം രൂപ ലോണും ചെയ്യും. 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. അതും ഒറിജിനൽ കേരള വണ്ടി, ലോ കിലോമീറ്റർ, വെറും 27,000 കിലോമീറ്റർ ഇല്ല. അതെ. അപ്പോൾ എസ്റ്റേറ്റൊക്കെ പക്കയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വാഹനം. ഇതൊരു പ്രീമിയം വെഹിക്കിള്, അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസിന് തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന മെഴ്സിഡസ് ബെൻസിന്റെ GLC 220. ഈ 220 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറഞ്ഞ മെയിൻ്റെനൻസും ആണ്, അതേപോലെ തന്നെ അത്യാവശ്യം ഒരു 17-18 മൈലേജും കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ. ഇതെങ്ങനെയായിരുന്നു മാനക ഡീറ്റെയിൽസ് വരുന്നത്? 2016-17 റേഷനിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ്, അത് നമുക്ക് ഒറിജിനൽ കേരള വാഹനം, എന്നാലും നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് ഫൈനലായിട്ട് നമുക്ക് ഒരു 36,50,000 രൂപ ചെയ്യാൻ പറ്റും. ഒരു 34 ലക്ഷം രൂപ വരെ ലോണും അവൈലബിൾ ആണ്. അപ്പൊ ഒരു 2 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒരു വാഹനം ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഇല്ല, ഇനി നമുക്ക് ഇതാണ് നമുക്ക് ഇനി അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് വീണ്ടും വരുന്നുണ്ട്. ചെറുകാറുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് തന്നെ വീണ്ടും ഒരു ബ്ലാക്കിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ക്രെറ്റ, നമ്മള് സെൽട്ടോസ് പോലെ തന്നെ നമുക്ക് ക്രെറ്റയും ഇന്ന് നമുക്ക് ഏറ്റവും ജനപ്രിയ മോഡലാണ്. അത് ഫുൾ ബ്ലാക്ക് വണ്ടി. ഇത് സിംഗിൾ ഓൺഷിപ്പ് ആണല്ലോ മാനക? 2021 മോഡൽ. 2021 സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനക? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. അത് നമുക്ക് ഡീസൽ വണ്ടിയാണ്, ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം. മാനക അത്യാവശ്യം നമുക്ക് ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് അല്ലേ? ഒന്നും ചെയ്യാനില്ല, പക്കായിട്ട് ഒരു സൺറൂഫിന്റെ കുറവുണ്ട്, ബാക്കിയെല്ലാം പക്കായിട്ടുള്ള ഒരു വണ്ടിയില്ല. പിന്നെ നമുക്ക് അത്രയും ഫീച്ചേഴ്സ് ആണ്. അതേപോലെ മൈലേജ് ഇട്ടിരുന്നത് ഡീസലാണ്, ബ്ലാക്കും ആണ്. കൂടുതൽ നമുക്ക് SUV ബ്ലാക്ക് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു മോഡൽ കൂടിയാണ്. അപ്പൊ മാനക നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 11,25,000 രൂപ ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊരു സബോമീറ്റർ SUV പൈസ കാണുമ്പോ നമ്മള് സെൽട്ടോസ് നമ്മൾ പറഞ്ഞു, അതൊക്കെ അതേ റേറ്റിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിലേറെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് സിംഗിൾ ഓൺഷിപ്പില് അതും ഫുൾ ഹിസ്റ്ററിക്കൽ അവൈലബിൾ ആണ്. ഈ ഒരു കിഡ്ലം വണ്ടി, ഡീസൽ വണ്ടി നമുക്ക് സ്വന്തമാക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും, ഫുൾ ഓൺ ചെയ്യാം. ഇനി അതെല്ലാം ഒന്നുകൂടെ ബഡ്ജറ്റ് കുറക്കണം, ഒരു 10 ലക്ഷത്തിന് താഴേക്കൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് അവിടെ നമുക്ക് ക്രെറ്റ തന്നെ അതിന്റെ സെക്കൻഡ് ജനറേഷൻ. എങ്ങനെയായിരുന്നു മാനക ഡീറ്റെയിൽസ് വരുന്നത്? 2019 ആണ്, 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് 9,25,000 രൂപ. 9,25 അല്ലെ? അതായത് നമുക്കൊരു ആഷ് ബാഗിന്റെ പ്രൈസിനാണ് ഒരു ക്രെറ്റ നമുക്ക് അങ്ങ് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചെയ്തിടോ മാനക? ഫുൾ ഓണും ചെയ്യാം. അതും ലോ കിലോമീറ്റർ, വെറും 40,000 കിലോമീറ്റർ. നമുക്ക് അടുത്ത തവണ ഒരു മാരുതിയുടെ നമുക്ക് നല്ല മൈലേജും നല്ല കംഫർട്ടും ഒക്കെ ഉള്ള ഒരു വാഹനം ഏതാണ് ചോദിച്ചാൽ അത് നമുക്ക് എസ്ക്രോസ് തന്നെയാണ്. അത് നമുക്ക് ഡീസലില് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ എന്ന് പറയാം മാനക. അതും ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ്. സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് എസ്ക്രോസ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 രജിസ്റ്റർ ചെയ്തിട്ട് 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് ലാസ്റ്റ് 8,60,000 രൂപ കൊടുക്കാം. 8,60,000 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. അത് നമുക്ക് ഡീസൽ ആണ്. അത് നമുക്ക് ആൽഫ, അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ക്രൂസ് കൺട്രോൾ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് നമുക്ക് വീണ്ടും ഒരു കിഡ്ലൻ സെഡാനിലോട്ടാണ് പോകുന്നത്. വെർണ, നമുക്ക് സീറ്റ് വെന്റിലേഷന്, സൺറൂഫ്, അങ്ങനെ എന്തെല്ലാം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന. അതും ഡീസലല്ല മാനിക്ക? ഡീസലാണ്. 2018 SX ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ്. അതും 6 ഗിയർ ആയിരിക്കും ഇത് വരുന്നത്. പക്ക സ്പോർട്ടിയാണ്, നല്ല മൈലേജ്, പെർഫോമൻസ്, സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനിക്ക് പറഞ്ഞത്? കിലോമീറ്റർ ഇത് 90,000 കിലോമീറ്റർ. 90,000 ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് ഫൈനൽ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും മാനിക്ക്? നമുക്ക് ഫൈനലായിട്ട് 8,35,000 രൂപ. 8,35 അല്ലേ? അത് നമുക്ക് നല്ല ഫീച്ചർ ലോഡർ ആണ്.
അത് നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. യെസ്, നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാനുക? ഇതുമേ നമുക്ക് ഏകദേശം ഒരു 8 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. 8 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. പോളോ. യെസ്, അത് റെഡ് പോളോ അല്ലെ മാനുക? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2018 മോഡല്. ഇത് നമുക്ക് 5,25,000 രൂപ കൊടുക്കാൻ പറ്റും. 54,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വാഹനമാണ്, അതും ഓൺ പോയിന്റ് ആണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി, കാരണം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും പിന്നെ പോളോയിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളറും കൂടി വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ 2018 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ 5,40 അല്ലേ മാനുക? നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 5 ലക്ഷം രൂപ ലോൺ 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോളോ ഇറക്കാന്നുള്ളതാണ്. അതും നമുക്ക് നല്ല കിടിലം വാഹനം. ഇത് നമുക്ക് വീണ്ടും ഒരു വെർണ തന്നെയാണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇനി ബ്ലാക്കിൽ ഒരു വെർണ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഇത് 2016 ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് പെട്രോൾ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് പിന്നെ ലോ മെയിൻ്റെനൻസ് ആയിരിക്കും, എന്നാൽ നമുക്ക് ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്. ഇത് നമുക്ക് എത്ര നീറ്റാണ് ഈ വാഹനം. ഇത് നമുക്ക് ലാസ്റ്റ് 4,25,000 രൂപ. ഒരു ചെറിയൊരു വാഗണറിന്റെ പ്രൈസിന് വലിയൊരു വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന്. വെറും 4 സംതിങ് ആണ്. അതിൽ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാനുക? ഇതിന് 4 ലക്ഷം രൂപ ലോൺ. 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന്. സോ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷന്. ഇത് നമുക്കൊരു കിഡ്ലൻ 7 സീറ്ററിലോട്ടാണ് പോകുന്നത്. ഹോണ്ട BRV ഡീസലാണ്. ലോങ് ഡ്രൈവില് അത്രയും മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വേറെ ഇല്ല എന്ന് തന്നെ പറയാലോ. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2016 മോഡലാണ്. 1.30 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന പ്രൈസിന് നമുക്കിത് കൊടുക്കാൻ പറ്റും. 6,25,000 രൂപ കൊടുക്കാൻ പറ്റും. 7 സീറ്റർ ആണ്, ഡീസലാണ്. അത് നമുക്ക് 6,25 അല്ലെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓണും ചെയ്യാം. സോ നമുക്ക് ലോങ് ഡ്രൈവിൽ 20-22 മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനം. സോ നമുക്ക് ഡെയിലി യൂസിന് ഇത്രയും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതും ലോ മെയിൻ്റെനൻസ് വരുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ് ഹോണ്ട വാഹനങ്ങൾ. സോ BRV നല്ലൊരു ഓപ്ഷനാണ്. അത് 0 ഡൗൺ പേയ്മെന്റ്. ഇത് നമുക്ക് ടെറാനോ, നിസാന്റെ ടെറാനോ ആണ്. പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് ഏതായിരുന്നു? 85 ആണ്. 85. സോ അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും അല്ല മാനുക? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2016 രജിസ്ട്രേഷനിൽ വരുന്ന 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനത്തിന്റെ പ്രൈസ് പറഞ്ഞാൽ നമുക്കൊരു 5,50,000 രൂപ കൊടുക്കും. 5,55 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 4-5 വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ട്രാക്കിന് 55 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഇത് വീണ്ടും നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 7 സീറ്റർ വലിയൊരു വാഹനമാണ്. നമുക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയ പ്രൈസിന് ഇറക്കാം. മഹീന്ദ്ര SUV 500. എങ്ങനെയൊന്ന് മാനുക ഡീറ്റെയിൽസ്? ഇത് 2017 ആണ്. W6 ആണ് വരുന്നത്. അലൈസ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 8,25,000 രൂപക്കും ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ ആണ്. അതും നമുക്ക് 8,25 ഒരു ബെസ്റ്റ് പ്രൈസിന് 7 സീറ്റർ. ഡീസൽ വണ്ടിയാണ്. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അഡീഷണൽ അലോയ്സ് അടക്കം ചെയ്തിട്ടുള്ള ഒരു വാഹനം 8,25 അല്ലേ? അതിൽ നമുക്ക് ഫുൾ ഓണും ചെയ്യാം. വീണ്ടും നമുക്കൊരു 7 സീറ്റർ തന്നെയാണ്. അത് നമുക്ക് അത്യാവശ്യം വൈഡ് വീലൊക്കെ നമുക്ക് RTO അപ്രൂവ്ഡ് ആയിട്ടുള്ള രൂപത്തില് ചെറിയ അൾട്രേഷൻ ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനം അല്ലെ? ഇത് 2016 ആണ്. 1,13,000 കിലോമീറ്റർ ഓടിന്റെ തേർഡ് ഓണറാണ്. സോറി, ഇത് 2016 ആണ്. ഡീസൽ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. സോ 7 സീറ്റർ പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക്. പ്രീമിയം ബ്ലാക്കും ആണ്. പ്രീമിയം ബ്ലാക്ക്. സോ ബ്ലാക്ക് പ്ലസ് 7 സീറ്റർ, അതും ഡീസൽ ഓട്ടോമാറ്റിക്. അതും നല്ല പ്രൊഫൈൽ അവൈലബിൾ ഒക്കെ ഉള്ള വണ്ടി, കിടുകാജി വണ്ടി എന്ന് പറയാം. ഒരു പെട വണ്ടിയാണ്. നമുക്ക് മാനുക എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 8,90,000 രൂപ. 8,90 ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് 2016 മോഡലിൽ ഡീസൽ ഓട്ടോമാറ്റിക് W6 ഫുൾ ബ്ലാക്ക് വണ്ടി. അപ്പൊ നമ്മൾ മാനുസ് കാറുകളുടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓതറൈസ്ഡ് ഡീലർഷിപ്പ്, നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ വാറണ്ടി കാര്യങ്ങൾ, മാക്സിമം നമുക്ക് ക്യാഷ് ബാക്ക് വരെ കിട്ടുന്ന പൊളി വാഹനങ്ങളുണ്ട്. 7 സീറ്ററുകളൊക്കെ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, ലോ കിലോമീറ്റർ വാഹനങ്ങൾ. ഇപ്പൊ ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്താണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ 66 നമുക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത്. കൊണ്ടോട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അല്ലെ? 12 കിലോമീറ്റർ. മലപ്പുറം മഞ്ചേരി ഈ ഒരു 3 ടൗണുകളിലെ ഒരു നല്ലൊരു ജംഗ്ഷനിലാണ് നമുക്ക് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരെ ഡെയിലി അപ്ഡേഷനൊക്കെ മാനസ് കാർവിന്റെ പേജുകൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്പർ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക സൈനിങ് ഓഫ്.